നാട് മുഴുവൻ ഓടിയെത്തുകയാണ് ആ കുഞ്ഞുങ്ങളെ അവസാനമായി ഒരു നോക്ക് കാണാനായി. ശാന്തകുമാർ വെള്ളാലത്തുകൂടിയുണ്ട്. ശാന്തകുമാർ നിദ ഫാത്തിമയുടെ വീട്ടിൽ നിന്നാണ് ചേരുന്നത്. ശാന്തകുമാർ, നാട് മുഴുവൻ ഓടിയെത്തുകയാണല്ലേ ആ കുഞ്ഞുങ്ങളെ അവസാനമായി ഒരു നോക്ക് കാണാൻ? നാല് വീടുകളിലും ഇത്തരത്തിൽ പ്രാർത്ഥനകൾ അടക്കമുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. മതപരമായ ചടങ്ങുകളുണ്ട്. 4 കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങളും വീടുകളിലെത്തി എന്നാണ് കരുതുന്നത്. ഏകദേശം 10 മണിയോടുകൂടി പൊതുദർശനം പൂർത്തിയാകും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. ഇവർ പഠിച്ച സ്കൂളിനടക്കം ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എപ്പോഴും ഒന്നിച്ചുണ്ടായിരുന്ന 4 കുരുന്നുകളാണവർ. മരണത്തിലും ഒന്നിച്ചു തന്നെയായി എന്നുള്ളതാണ് ഇപ്പോൾ ഒരു നാടിൻ്റെ മുഴുവൻ ദുഃഖമായി മാറുന്നത്. പ്രായഭേദമന്യേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രായഭേദമന്യേ ആളുകൾ ഈ കുഞ്ഞുങ്ങളെ അവസാനമായി ഒരു നോക്ക് കാണാൻ വീടുകളിലേക്ക് ഓടിയെത്തുന്ന കാഴ്ചയാണ്. കണ്ണീരോടെ അല്ലാതെ ഒരാൾക്കും ആ കുഞ്ഞുങ്ങളുടെ മൃതദേഹം അവസാനമായി കാണാൻ വേണ്ടി സാധിക്കില്ല. ശാന്തകുമാറുണ്ട്. ശാന്തകുമാർ നിധിയുടെ വീട്ടിലാണെന്ന് തന്നെയാണ് കരുതുന്നത്. എങ്ങനെയാണ് ആ നാട് ആ കുഞ്ഞിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത്? ആതിര, വിവരണാതീതമാണ്. ചെറുളി എന്ന ഈ ഗ്രാമം പൂർണ്ണമായും ദുഃഖത്തിലാണ്. 4 കുട്ടികളാണ് മരണത്തിന് കീഴടങ്ങിയത്. അതൊരു വാഹനാപകടത്തിൽ. നിതയുടെ വീട്ടിലാണ് ഇപ്പോഴുള്ളത്. നിതയ്ക്ക് ഒരു സഹോദരനാണ്, ഏട്ടനാണ് കൂടെ ഉള്ളത്. ഒപ്പം അച്ഛനും ഇവിടെ, അവരുടെ പിതാവും ഇവിടെയുണ്ട്. ഇപ്പോൾ ശാന്തകുമാരി MLA, കോങ്ങാട് MLA ശാന്തകുമാരി MLA വീട്ടിലേക്ക് അന്തിമോചനം അർപ്പിക്കാനെത്തിയാണ്. അവരുടെ രക്ഷിതാക്കളോട് സംസാരിക്കുകയാണ്. ശാന്തകുമാരി MLAയുടെ അടുത്ത് തന്നെയാണ് ഉള്ളത് നിതയുടെ ഉപ്പയുള്ളത്. തൊട്ടപ്പുറത്ത് അവരുടെ ചേട്ടനുമുണ്ട്. അങ്ങനെ വീട്ടുകാരെ ആശ്വസിപ്പിക്കാനൊന്നും കഴിയില്ല. പക്ഷേ ഒരു ചടങ്ങ് എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നിനും കഴിയില്ല. എങ്കിലും നാട് മുഴുവൻ ഈ ഓരോ വീടുകളിലും എത്തി അന്തിമോപചാരം അർപ്പിക്കുന്ന കുട്ടികളെ അവസാനമായി കാണുന്നതിനു വേണ്ടി, അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി വീടുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. നിദ ഫാത്തിമ, അതേപോലെ തന്നെ റിദ ഫാത്തിമയും ആയിഷയും ഇർഫാൻ അഷറിനും ഇവരെല്ലാം സുഹൃത്തുക്കൾ ഒരുമിച്ച് രാവിലെ സ്കൂളിലേക്ക് പോകുന്നു, രാവിലെ മദ്രസയിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് സ്കൂളിൽ വിട്ട് ഒരുമിച്ച് വരുന്നു. ഇവിടെ നിന്നും ഒരു 1.5 കിലോമീറ്റർ മാത്രമാണ് ഈ സ്കൂളിലേക്കുള്ളത്. ആ സ്കൂളിലേക്ക് നടന്നു പോയി അവിടെ നിന്ന് തിരിച്ച് അതേപോലെ തന്നെ നടന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന പതിവുള്ള കുട്ടികൾ. അങ്ങനെ നടന്നു വരുന്നതിനിടയിൽ തന്നെയാണ് ഇന്നലെ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ അപകടമുണ്ടാകുന്നത്. ഈ അപകടത്തിൽ 4 കുട്ടികളും മരിച്ചു. അവർക്ക് ഇന്നും പരീക്ഷയുണ്ട്. ഇന്നലെ ഇംഗ്ലീഷ് പരീക്ഷ എഴുതിയ കുട്ടികളാണ്. ഇന്ന് അവരുടെ തുടർ പരീക്ഷ, സയൻസ് പരീക്ഷ എഴുതാൻ തയ്യാറെടുപ്പ് നടത്തുന്ന 2 നേരവും പരീക്ഷയുണ്ട് എന്ന് തന്നെയാണ് ആ കുട്ടികൾ പറഞ്ഞത്. ആ പരീക്ഷ തയ്യാറെടുപ്പ് നടത്തുന്നതിനിടെ ആണ് ഒരു പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഈ കുട്ടികളിൽ മരണത്തിന് കീഴടങ്ങുന്നത്. അതൊരു അപകട മരണം, ദാരുണമായ സംഭവം തന്നെ ആയിരുന്നു. അവരുടെ വീടുകളിൽ നാട്ടിലെ ഓരോ ബന്ധുക്കൾ വരുന്നുണ്ട്. നാട്ടുകാർ എല്ലാവരും ഓരോ വീടുകളിലും എത്തി ഈ കുഞ്ഞുങ്ങളെ അവസാനമായി കാണുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ അവർക്ക് അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഓരോ വീടുകളിലും എത്തുന്നു. നിദ ഫാത്തിമയുടെ വീട്ടിൽ ഇപ്പോൾ കോങ്ങാട് MLA K ശാന്തകുമാരിയുണ്ട്. അതുപോലെ അവിടുത്തെ പഞ്ചായത്ത് ജനപ്രതിനിധികളുണ്ട്. ഓരോരുത്തരും എല്ലാവരും അവരവർക്ക് കഴിയാവുന്ന വിധത്തിൽ ഓരോ വീടുകളിലും എത്തി അവരെ ആശ്വസിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുമാത്രമാണ് ഈ വിങ്ങിപ്പൊട്ടുന്ന ഒരു ഗ്രാമത്തിലുള്ളവരോട് പറയാൻ അത് മാത്രമേ കഴിയുള്ളൂ. നമുക്ക് തന്നെ ഓരോരുത്തരെ കാണുമ്പോഴും ഓരോരു മുഖം കാണുമ്പോഴും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത്രയധികം വേദനിപ്പിക്കുന്ന ദുഃഖകരമായ അവസ്ഥയിൽ തന്നെയാണ്. അതായത് ചെറുളി എന്നുള്ള ഒരു ചെറിയ ഗ്രാമം. ഈ ഗ്രാമത്തിൽ ഒരുമിച്ച് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, 13 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടികൾ, ആ കുട്ടികളെയാണ് ഈ നാടിന് നഷ്ടമായിരിക്കുന്നത്. എല്ലാവരും പഠനത്തിൽ മികവുള്ളവർ. അത്തരത്തിൽ നന്നായി പഠിക്കുന്ന, പരീക്ഷയ്ക്ക്
പരീക്ഷയെല്ലാം എഴുതി വരികയായിരുന്ന ആ കുട്ടികൾക്ക് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുകയും നാല് കുട്ടികളും ഒരുപോലെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുക. ഇന്ന് രാവിലെ മറ്റൊരു പരീക്ഷയ്ക്ക് പോകേണ്ട കുട്ടികളാണ്. ആ കുട്ടികളാണ് ഈ മരണത്തിന് കീഴടങ്ങി അവരുടെ ചേതനേറ്റ ശരീരം വീട്ടിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ശാന്തകുമാരി എമ്മിനെ തന്നെ പ്രതികരിക്കുന്നു. ഏതാണ്ട് ഒരു 8:30 8 മണിക്ക് ഇവിടെ ആളുകൾ കുറയാണെങ്കിൽ 8:30 ഹാളിലേക്ക് വരാം. 10 മണി വരെ എന്നാണ് അവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലയുടെ ചാർജുള്ള 2 മന്ത്രിമാർ വരികയാണ്. അവരെല്ലാം 8:30 എത്തും. ഇവിടെ MP രാജേഷും അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണൻകുട്ടി മിനിസ്റ്ററും രണ്ടാളും 8:30 എത്തും. ബാക്കി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അവരുടെ ഡയറക്ടറേറ്റിൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാവരും ഹാളിലേക്കാണ് വരിക. അപ്പോൾ അവിടെ ആയിരിക്കും കുറച്ചുകൂടി നമുക്ക് സൗകര്യം. ഇവിടെ എല്ലാ ബന്ധുക്കളും മറ്റുമായിരിക്കുമല്ലോ കൂടുതലായിട്ടുണ്ടാവുക. കോങ്ങാട് MLA ശ്രീമതി K. ശാന്തകുമാരിയാണ് ഇപ്പോൾ സംസാരിച്ചത്. അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ജില്ലക്കാർ കൂടിയായ 2 മന്ത്രിമാർ K. കൃഷ്ണൻകുട്ടിയും MP രാജേഷും അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി ഈ വീട്ടിൽ നിന്ന് ഈ മൃതദേഹങ്ങൾ 4 മൃതദേഹങ്ങളും സമീപത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റുന്നുണ്ട്. അവിടെ വന്നാൽ അവിടെ എത്തും എന്ന് ആണ് ഇപ്പോൾ K. ശാന്തകുമാരി MLA പറഞ്ഞത്. ഏറെ ദുഃഖകരമായ ഒരവസ്ഥയിൽ തന്നെയാണ് ഈ നാട് ഉള്ളത്. ആ നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം പൂർണ്ണമായും ജനപ്രതിനിധികളും അധികാര സ്ഥാനത്തിലുള്ളവരും എല്ലാവരും ഒപ്പം നിൽക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും മറ്റ് എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്നതിനുള്ള ശ്രമം തന്നെയാണ് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുമുള്ളത്. 4 പേരുടെ മരണം സംഭവിച്ചു കഴിഞ്ഞു. അതിനകത്ത് കൂടുതൽ അവർക്ക് ആശ്വസിപ്പിക്കാൻ ഒന്നുമില്ല. അവരെ സമാശ്വസിപ്പിക്കുന്നതിന് ഒപ്പം നിൽക്കുക, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക എന്നതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ തന്നെയാണ് ഈ ചെറുകുളി എന്ന ഗ്രാമത്തിലുള്ളത്. അത്രയധികം നാട് ഒന്നാകെ ഓരോ വീടുകളിലേക്കും എത്തി ഈ കുട്ടികളെ അവസാനമായി കാണുന്നതിനുള്ള അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാനമായി ഒന്ന് കണ്ട് അന്ത്യോപചാരം അർപ്പിക്കുന്നതിനുള്ള വേണ്ടി നാടാകെ എത്തിയിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും എല്ലാവരും ഓരോ വീടുകളിലും അവർക്ക് കഴിയാവുന്ന വിധത്തിൽ എത്തി നേരിട്ട് കണ്ട് ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നുള്ളത് തന്നെയാണ്. സ്കൂളിലെ അധ്യാപകരുണ്ട്, ഈ പ്രദേശത്തെ നാട്ടുകാരുണ്ട്, എല്ലാവരും ഓരോ വീടുകളിലും എത്തുന്നുണ്ട്. ഇനി ഈ 4 പേരുടെയും മൃതദേഹം തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നുണ്ട്. അവിടെയാണ് വിപുലമായി അന്ത്യോപചാരം അർപ്പിക്കുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 10 മണിയോടുകൂടി ഈ അന്ത്യോപചാര ചടങ്ങുകൾ പൊതുദർശന ചടങ്ങുകൾ അവസാനിപ്പിച്ച് പള്ളി ഖബറിസ്ഥാനിൽ തൊട്ടടുത്തുള്ള തുപ്പനാട് ജുമാ മസ്ജിദിലെ ഖബറിസ്ഥാനിലാണ് ഖബറടക്കം എല്ലാം ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അത് 4 പേരും ഒരുമിച്ച് യാത്ര ചെയ്ത് ഒരുമിച്ച് കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് സ്കൂളിലേക്ക് മദ്രസയും പോകുന്ന 4 കുഞ്ഞുങ്ങളും അവർ ഒരിടത്ത് അന്ത്യവിശ്രമം കൊള്ളും. അതിനുള്ള തയ്യാറെടുപ്പാണ് ഈ നാടും ഒരുക്കിയിട്ടുള്ളത്. തുപ്പനാട് ജുമാ മസ്ജിദിൽ 4 പേർക്കും ഒരിടത്ത് ഖബറിസ്ഥാനും ഒരുക്കി അവയ്ക്ക് 4 പേരെയും ഒരുമിച്ച് അന്ത്യയാത്ര നടത്തുന്നു എന്നുള്ള ഒരു ദുഃഖകരമായ അവസ്ഥ കൂടി ഉണ്ട്. ഓരോ വാക്കുകളിലും ഓരോ നിമിഷവും ഓരോരുത്തരും അത് തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഒരു നാടാകെ ഈ ഓരോ വീടുകളിലും എത്തി അന്ത്യോപചാരം അർപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസം പകരുന്നതിന് അത് മാത്രമാണ് ഉള്ളത്. ആതിര, വീടുകളിലേക്ക് ആ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ കുഞ്ഞുങ്ങളെ അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട് ഏകദേശം 8 മണി 8:30 ഹാളിലേക്ക് ഈ കുഞ്ഞുങ്ങളുടെ മൃതദേഹം മാറ്റുമെന്നുള്ളതാണ്. പിന്നീട് അവിടെയായിരിക്കും പൊതുദർശനം. ഇതിനുശേഷം ഏകദേശം 10 മണിയോടുകൂടിയായിരിക്കും പൊതുദർശനം അവസാനിപ്പിച്ച് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. എപ്പോഴും ഒന്നിച്ചുണ്ടായിരുന്ന 4 കുഞ്ഞുങ്ങളാണ്. ഇവരെ ഖബറടക്കുന്നതും ഒന്നിച്ചു തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. ആ നാട് മുഴുവൻ പ്രായഭേദമന്യേ കുഞ്ഞുങ്ങളടക്കം മുതിർന്നവരടക്കം എല്ലാവരും ഓടിയെത്തുകയാണ് അവസാനമായി കുഞ്ഞുങ്ങളെ ഒന്ന് കാണാൻ, അവസാനമായി അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ. വേദനയോടുകൂടി അല്ലാതെ കണ്ടു നിൽക്കാൻ സാധിക്കാത്ത കാഴ്ചയാണിപ്പോൾ വരുന്നത്. അത്രയധികം ദുഃഖകരമായ, കുടുംബത്തിനൊന്നും താങ്ങാൻ പോലും സാധിക്കാത്ത, നാടിന് അംഗീകരിക്കാനാവാത്ത വിയോഗമാണ്. 4 കുഞ്ഞുങ്ങളാണ് ഒരുമിച്ച് ആ നാടിന് നഷ്ടമായിരിക്കുന്നത്. വലിയ പ്രതീക്ഷയോടെ ആ നാടും വീടും വീട്ടുകാരും സ്കൂളുമൊക്കെ നോക്കിക്കണ്ടിരുന്ന 4 കുഞ്ഞുങ്ങളാണ്
ഇന്നലെ വൈകുന്നേരം നാടിനെ വിട്ടുപിരിഞ്ഞു പോകുന്നത്